തിരുവനന്തപുരം ജില്ലയിൽ സിപിഎം ബിജെപി സംഘർഷം. ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. നഗരസഭാ കൌൺസിലർമാരുടെയും ഇരുവിഭാഗം പ്രവർത്തകരുടെയും വീടുകൾക്ക് നേരെ വ്യാപക ആക്രമണമാണ് ഉണ്ടായത്. ഇന്നലെ രാവിലെ കാട്ടാക്കടയിൽ നിന്ന് തുടങ്ങിയ ആക്രമണമാണ് തലസ്ഥാന നഗരിയിലേക്ക് വ്യാപിച്ചത്. അർദ്ധരാത്രിയും അരങ്ങേറിയ ആക്രമണ പരമ്പര ഇപ്പോഴും പൂർണ്ണമായി ശമിച്ചിട്ടില്ല. ഐരാണിമുട്ടം ഹോമിയോ കോളേജിലെ SFIയുടെ കൊടിമരം നശിപ്പിച്ചതോടെയാണ് സംഘർഷത്തിന് തുടക്കമായത്. RSSന്റെ കൊടിമരം CPM പ്രവർത്തകരും നശിപ്പിച്ചു. തുടർന്ന് രാത്രി 10 മണിക്ക് DYFI ചാല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉണ്ണിയുടെ വീട് BJP പ്രവർത്തകർ ആക്രമിച്ചു. ഇതോടെ സംഘർഷവും വ്യാപിച്ചു. നഗരസഭാ കൌൺസിലർമാരുടെ വീടുകൾ തെരഞ്ഞുപിടിച്ച് ഇരുവിഭാഗവും ആക്രമണം അഴിച്ചുവിട്ടു. 15ഓളം വീടുകളാണ് ആക്രമിക്കപ്പെട്ടത്. വീടുകൾക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കും കേടുപാടുകളുണ്ട്. രാത്രി 1 മണിക്ക് കുന്നുകുഴി വാർഡ് കൌൺസിലറും DYFI സംസ്ഥാന സമിതി അംഗവുമായ IP ബിനുവിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. തുടർന്ന് ബിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി വാഹനങ്ങൾ തല്ലിത്തകർത്തു. സംഭവ സമയത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഓഫീസിലുണ്ടായിരുന്നു. പുലർച്ചെ 3:30 കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ലുകളും വാഹനത്തിന്റെ ഗ്ലാസുകളും തകർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ SFI സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ BJP പ്രവർത്തകർ ബോംബെറിഞ്ഞു. സംഘർഷത്തിന് നേരിയ അയവ് വന്നിട്ടുണ്ടെങ്കിലും സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. ക്യാമറ പേഴ്സൺ ബിജു മടവൂരിനൊപ്പം അൽ അമീൻ, മീഡിയ 1, തിരുവനന്തപുരം.